അപ്പോസൈനസി കുടുംബത്തിലുള്ള നീരിയം ജീനസിലെ ഏക സ്പീഷസായ ഒരു നിത്യഹരിത സസ്യമാണ് അരളി. ഇന്ത്യയിലുടനീളം കാണുന്ന ഈ സസ്യത്തിന് എല്ലാത്തരം കാലാവസ്ഥയിലും വളരാൻ തക്ക ശേഷിയുണ്ട്. മഞ്ഞ, ചുവപ്പ്, വെള്ള, പിങ്ക് എന്നീ നിറങ്ങളിലുള്ള അരളിപ്പൂക്കൾ കണ്ടുവരുന്നു. ഈ ചെടിയുടെ കായ, പൂക്കളൊക്കെ കഴിച്ചു നിരവധി അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അരളിച്ചെടി അലങ്കാരത്തിനും പൂക്കൾ മാല കെട്ടാനും ക്ഷേത്രങ്ങളിൽ പൂജയ്ക്കും ഉപയോഗിക്കുന്നു. അപകട സാധ്യത കണക്കിലെടുത്ത് 2024 മെയ് മാസം മുതൽ ദേവസ്വം ബോർഡ് അരളിപ്പൂക്കൾ ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അരളിയുടെ തൊലിക്ക് ചാരനിറമാണ്. ചെടിക്ക് വെളുത്ത നിറത്തിൽ കറയുണ്ടാകുന്നു. അരളിയുടെ എല്ലാ ഭാഗവും വിഷമുള്ളതും ദുർഗന്ധമുള്ളതുമാണ്. അരളിയുടെ ഇലയും തണ്ടുകളും വേരുകളൊന്നും ശരീരത്തിനകത്ത് എത്താതിരിക്കാൻ ശ്രദ്ധിക്കണം. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളും ചിലപ്പോൾ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പശുക്കൾക്കും ആടിനൊന്നും ഇതിൻ്റെ ഇലയോ പൂവോ കൊടുക്കരുത്. എല്ലാ ഭാഗവും വിഷമായ ഈ ചെടി നട്ടു വളർത്തുന്ന ഉദ്യാന സസ്യങ്ങളിൽ ഏറ്റവും വിഷമുള്ള ഒന്നാണ് ഈ ചെടി. ഒലിയാന്ത്രിൻ, ഒലിയാന്ത്രിജനിൻ എന്നീ 2 രാസഘടനകളാണ് ഈ ചെടിയെയും പൂക്കളെയും വിഷമയം ആക്കുന്നത്. സമാനമായി ഇതേ കുടുംബത്തിൽപ്പെട്ട കോളാമ്പി ചെടിയിലും വിഷം അടങ്ങിയിട്ടുണ്ട്. ബ്രസീലിയൻ സ്വദേശിയായ ഒരു നിത്യഹരിത സസ്യമാണ് കോളാമ്പി. മുറുക്കി തുപ്പുന്നതിന് കേരളത്തിൽ സർവ്വസാധാരണമായി ഉപയോഗിച്ചിരുന്ന കോളാമ്പിയുടെ ആകൃതിയോടു ഈ പൂവിന് സാമ്യമുള്ളതിനാലാണ് ഈ പൂവിന് കോളാമ്പി എന്ന് വിളിക്കുന്നത്. മഞ്ഞ നിറത്തിലുള്ള പൂക്കളാണ്. ഇവയുടെ ഇലയും പൂവിലും വിഷം അടങ്ങിയിട്ടുണ്ട്.